വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇന്നു നീലത്തൂത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൂമ്പനങ്ങൾ നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്ത് എങ്ങു പതുങ്ങിയല്ലോ താരത്തുരുത്തുള്ളൊരാ ചെലുത്ത് വെറ്റില ചെല്ലത്തിനോ ഭൂമിയ പാടെ മുളുങ്ങത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളവാവേ കഥ കേട്ട് മെല്ലെ ചിരി പൂത്ത് മാറിൻ ചൂട് ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് വളരെ വളരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഐഡിയ ശാസ്ത്രങ്ങൾ പാടിയ നിഖിലാണ്, പ്ലേബാക്ക് സിംഗറാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. ഞങ്ങളിപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലാണ്, പാലാരിവട്ടം. അപ്പോൾ ഇവിടെ വൈഫിൻ്റെ സെക്കൻഡ് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഡോക്ടർ ലിസമ്മ ജോസഫായിരുന്നു നമ്മളുടെ ഡോക്ടർ. അപ്പോൾ ആദ്യം നമ്മൾ പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എറണാകുളത്തെ ബെസ്റ്റ് ഹോസ്പിറ്റലും ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് വന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ധൈര്യപൂർവ്വം ഇങ്ങോട്ടേക്ക് വന്നു മുതലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യാതൊരു ടെൻഷനും കൂടാതെ നമുക്ക് ഇപ്പോൾ മിനിയാന്ന് കാണുന്ന ഡെലിവറി ഉണ്ടായിരുന്നത് ഒരു പെൺകുഞ്ഞാണ്. ഫസ്റ്റും പെൺകുഞ്ഞ് തന്നെയാണ്, സെക്കൻഡ് പെൺകുഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വീഡിയോ ഓൾറെഡി ലേബർ റൂമിൽ ഭയങ്കര എന്താ പറയാ, നമ്മളൊരു വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ നമ്മളെ വളരെ കെയർ ചെയ്തു. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു. എന്നെ ലേബർ റൂമിൽ കയറ്റി കൊച്ചിൻ്റെ പ്രസവമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും അത് ഈ ഹോസ്പിറ്റലും ഈ ഡോക്ടറെയും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ തിയേറ്ററിലാണെങ്കിൽ ലേബർ റൂമിലാണെങ്കിൽ അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമുക്ക് വീണ്ടും വീണ്ടും പ്രസവിക്കാൻ തോന്നും എന്നാണ് ഇവിടെ എന്നോട് പറയുന്നത്. അങ്ങനെയില്ല, ഇതൊരു പറഞ്ഞു വന്നപ്പോ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അതായത് എല്ലാവരും ഭയങ്കര ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ, കുറച്ച് ഇത്തിരി പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. പക്ഷെ മാം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല ധൈര്യം തന്നു. അങ്ങനെ നല്ല സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. പിന്നെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അനു സാറായിരുന്നു. സാറ് നല്ല സപ്പോർട്ടായിരുന്നു. മോളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം എപ്പോഴും നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ചിരിച്ചോട് നമ്മൾ വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴും. അത് നമ്മുടെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ റൂമിൽ എത്തിക്കഴിഞ്ഞാലും റൂമിൻ്റെ ക്ലീനിങ് അങ്ങനെ എല്ലാം ഫസ്റ്റ് തൊട്ട് നമ്മുടെ ഡിസ്ചാർജിങ് സമയം വരെ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന സ്റ്റാഫുകളാണ് എല്ലാവരും. നല്ല എക്സ്പീരിയൻസ്, നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചില സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തു ഞങ്ങൾ ഹോസ്പിറ്റൽ റിസോർട്ടിൽ പോകുമ്പോഴത്തെ ആവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. കൺമണി അൻപോട് കാതലെഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണെന്റെ സൗഖ്യമേ, അത് എണ്ണി പാർത്തിതാൻ കവിത കൊട്ടത്, അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലെഴുതും ലാലലാ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണെന്റെ ലാലലാ ലാ 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 ലാ.